ഇന്ന് നമ്മളൊരു കെറ്റിൽ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഡെയിലി രാത്രി ചോറാണ് കിട്ടുന്നത് മെസ്സിൽ. അപ്പം ഇന്നൊരു വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് റൈസ് ആയതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യമേ ഒനിയൻസ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് സോട്ട് ചെയ്തെടുക്കുക. അത് അത്യാവശ്യം സോട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഒരു പേസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അത് ഞങ്ങൾ തക്കാളി യൂസ് ചെയ്യാത്തതുകൊണ്ട് ടൊമാറ്റോ സോസും വേണമെങ്കിൽ സോയ സോസൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അത് കഴിഞ്ഞ് മുട്ടയും കൂടെ ഇട്ടതുപോലെ ചിക്കി എടുക്കുക. അത് അത്യാവശ്യം സെറ്റായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിനകത്തോട്ട് മെസ്സിൽ നിന്ന് എടുത്ത് ഈ റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേ. അങ്ങനെ ഈ മസാലയൊക്കെ അത്യാവശ്യം റൈസിനകത്ത് മിക്സായി കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ ഫുഡൊക്കെ സെറ്റായി. പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ അതുകൊണ്ട് ആ പേര് വിട്ടു. പിന്നെ ഇവർ രണ്ടുപേരും കേട്ടോ എൻ്റെ ഫുഡ് ടെസ്റ്റേഴ്സ്. ഞാൻ എന്തുണ്ടാക്കിയാലും ഇവർക്ക് ആ ടേസ്റ്റ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഞാൻ എന്തുണ്ടാക്കിയാലും കുറ്റമൊന്നും ഇല്ലാതെ കഴിച്ചോളും. അത്രേ ഉള്ളൂ. ബൈ.